ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എവിടെ കൂടണം അവിടേക്ക്. അപ്പം ഇന്നെന്താ വെച്ചാൽ ഒരു പ്രത്യേകത, എല്ലാവരെയും ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിട്ടുള്ളൊരു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാപ്പ എവിടെയെന്ന്. അപ്പോൾ ഇന്ന് നമ്മളെ വ്ളോഗിൽ ഒരു പുതിയൊരു എൻട്രി നമ്മളെ ഫാമിലിക്ക്. പുതിയ എൻട്രി അല്ല, വാപ്പ ഓൾറെഡി ഉണ്ട്, അങ്ങനെയല്ല, വാപ്പ എൻട്രി വൺ ലാൻഡിങ് ടുഡേ. എന്താ വെച്ചാൽ അത്തായ സമയമാണ് ഇപ്പോൾ. അപ്പോൾ മിജുവിനും റിച്ചുവിനും അറിയില്ല വാപ്പ വരുന്ന. അപ്പോൾ വാപ്പാനെ സർപ്രൈസ് ആയിട്ട് പെരെ കൊണ്ടുപോകും. പക്ഷേ ഉമ്മാനോട് മറച്ചേക്കാൻ പറ്റിയില്ല, ഇവർ പിന്നെ കപ്പിൾസ് ആണല്ലോ. എന്താണ് പറയാനുള്ളത്? ഒരു വാപ്പ ഒരു 1.5 വർഷത്തിന് ശേഷം വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണിക്കേ. അത് ശരി, ഒരു ഉഷാറില്ലല്ലോ വാപ്പ വരുന്നു പറഞ്ഞിട്ട്. എന്താണ് കാണിക്കണ്ടേ? ഞാൻ അപ്പോൾ സമയം എന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇവിടുന്ന് 2 മണിക്കൂറിന് എറണാകുളം എയർപോർട്ടിലേക്ക് നമ്മളിപ്പോൾ തന്നെ ലേറ്റ് ആയിക്കണം. നമ്മളെ പ്രിയ സുഹൃത്തുക്കൾ ഇപ്പം വരാമെന്ന് പറഞ്ഞൊരു 3/4 മണിക്കൂർ പോസ്റ്റ് തന്നതിന് താങ്ക് യു ഗൈസ്. ആ ഓർഡർ 2 ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ജുനൈദും പിന്നെ ആഫിലും. അതാണ്. അപ്പോൾ ഒന്ന് പിടിച്ചേ. ഓക്കെ, അപ്പം അമ്മ നമ്മൾ പോയിട്ട് ദുഫായ് ഖാറിനെ പിക്ക് ചെയ്ത് വരാം. തനിച്ച് പോകണല്ലേ? എല്ലാ പ്രാവശ്യം നമ്മൾ ഫാമിലി വരെ എല്ലാവരും ഒരുമിച്ച് വിലയിൽ ഇപ്രാവശ്യം അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു സർപ്രൈസ് ആകുമ്പോൾ പിന്നെ അവിടെ പോയിട്ട് എല്ലാവർക്കും മനസ്സിലാവില്ല. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളവർ പിക്കാൻ പോലല്ലോ. അപ്പോൾ എന്തായാലും കത്തുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് സർപ്രൈസ് ആക്കാം. സർപ്രൈസ് എന്താ വെച്ചാൽ പ്ലാൻ ചെയ്ത് കൊള്ളിട്ടോ. നമ്മൾ വാപ്പനെ നമ്മളിവിടെ എത്തിക്കും. അനിയന്മാരെ രാവിലെ എണീപ്പിക്കേണ്ട രീതിക്ക് അവർ ഉറക്കത്തിന് വിളിപ്പിക്കേണ്ട രീതിക്ക്. എന്തായാലും ഒരു ഞെട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞെട്ടാണ്ടിരിക്കാൻ വഴിയില്ല. അതന്നെ വാപ്പ എങ്ങനെ എത്തുക? ഒരു 1.5 വർഷത്തിന് ശേഷം, നേരത്തെ പറഞ്ഞ 1.5 വർഷം അല്ല, പറഞ്ഞോണ്ട് സമയം പോയി. നമ്മൾ പോട്ടോട്ടമ്മ വായോ ക്യാമറ എടുത്തോ നമ്മൾ. അപ്പോൾ പോട്ടെ, അസ്സലാമു അലൈക്കും. നമ്മൾ നിസ്കാരം ഒത്താക്കി കഴിഞ്ഞ് നേരെ ഇറങ്ങുകയാണ്. ഇവിടെ നേരെ പോകേണ്ടത് കൊച്ചി എയർപോർട്ടിലേക്ക്, നേരെ പിക്ക് ചെയ്യുക. വാപ്പാനൊന്ന് ഞാനും കണ്ടിട്ട് 1.5 വർഷമായി. അപ്പോൾ കാണാൻ വരിക കയറിക്കോളി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൂത്ത ഇപ്പം തന്നെ സീനായോ. കയറിക്കോ. നമ്മൾ പോവാണ്. സെറ്റല്ലേ? ഇതിനിടക്ക് ഞാൻ വാപ്പാക്കാണ് ഞാൻ മാല മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ മേടിക്കും. വാപ്പാക്ക് 1 എൻട്രിയാണ് വിചാരിക്കുന്നത്. പക്ഷേ സാധനം കിട്ടുകയാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ പോയോക്കാം. നമ്മൾ പൂവടികളെ കടയിലെത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരനെ കട തന്നെ, വിഷ്ണു കമ്മിയർ വകിൽ തലാട്ട്. നമ്മൾ ഒരുമിച്ച് അടിച്ച +2 നമ്മളെ പണ്ടത്തെ സ്കൂള് ഗുരുവായൂരിലെ. ഇവിടെ അടിച്ച് പൊളിച്ചടഞ്ഞത് ഞങ്ങള്. വിഷ്ണു അത്രേ ഉള്ളൂ. ഏതെടുക്കാം? എടാ ഏതാ നല്ല വിഷ്ണു? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എൻട്രി കിട്ടാനാ. വാപ്പ ഗൾഫിൽ നിന്ന് വൻ വരവിൽ കൊണ്ടുവരാൻ വിചാരിച്ചു. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ആണല്ലോ. കുറച്ച് നീളം എടുക്കാം അല്ലേ? ഈ പച്ച വേണോ? അവിടെ പച്ച രസമുണ്ട് അല്ലേ? ഇത് രസമുണ്ട്. എടാ ട്രയൽ അടിച്ചു നോക്കാൻ പറ്റുമോ തലയിട്ടിട്ട്? എങ്ങനെയാണ് നമ്മളിടുക? വാപ്പ വരുമ്പോ തരുന്ന സീന് തീർച്ചല്ലേ പൊളി. അത് പേടിച്ചോ. സെറ്റ്. വിഷ്ണു എത്രടാ? എത്ര പറയൂത്തേ? എന്താ ബന്ധതൊക്കെ പിന്നീട് ഇജ്ജ് പറയ്. ഇത് വിഷയല്ല, ഇജ്ജ് പറയ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം മേടിച്ച് ഇനി നേരെ എയർപോർട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. വാപ്പ പ്രതീക്ഷിക്കണ്ടാവില്ല ഇത് കാണണ്ടേ. 1.5 വർഷത്തിന് ശേഷം വാപ്പാനെ കാണാൻ പോവുക. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിക്കണം. നമ്മളെന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈം പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് നടുവിലൊരു ബ്ലോക്കും കിട്ടിയതുകൊണ്ട് ഫുൾ ലേറ്റായി. ഇത് എയർപോർട്ട് കാണിച്ചു ടെർമിനൽ 3 നേരെ. ടെർമിനൽ 3 അപ്പോൾ ബാബ ഇറങ്ങി, അതായത് ഉപ്പ ഇറങ്ങിയിട്ട് നേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വിളിച്ച് എന്താണ് വേറെ ഏതോ നമ്പറിൽ നിന്ന് വിളിച്ചതാ. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, A10 എന്നുള്ള പില്ലറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ
ഉപ്പനെ നമ്മൾ വരവേൽക്കാൻ പോവുകയാണ് ഗൈസ്. അയ്യോ ഏട്ടൻ എവിടെ ലെഫ്റ്റോ ഇതാ. താങ്ക് യു. ജസ്റ്റ് മിസ്. അല്ല ഇപ്പൊ ബസ്സിന് പിന്നാലെ കൊണ്ടുവന്നു. ഏട്ടൻ കറക്റ്റ് സാധനം കേട്ടോ. A1 A2 അത് കാണിച്ചു കൊടുത്ത ജിനിയതെ. A1 A2 A3 A4 A5 A6 A10 അവിടെ ഇങ്ങനെ പോയിട്ട് ഇതിൽ കൂടെ അറിയാൻ പറ്റില്ലേ? പൊള്ളി പൊള്ളി ഹബീബ് ഇടിച്ചിടിച്ചു. യാല്ല സോറി മുത്തേ. ഏട്ടോയ് ഒരുത്തൻ പാട്ടായിട്ടാ. ഇവിടെ ബാക്ക് കാണിച്ചു കൊടുത്തേ. നമ്മളെ എയർപോർട്ട് എത്തി മുത്തേ. ഏട്ടൻ അപ്പ എവിടെ നിക്കണ്? മനസ്സിലായി. ഇവിടെ എവിടെ നിക്കണ്ട് ഏട്ടൻ. പടച്ചോനെ വാപ്പ മിസ്സിങ് ആയോ? ഗിരിയേട്ടൻ എവിടെയാണ്? ഹബീബി ഗിരിയേട്ടൻ എവിടെ? അല്ലാ ഏട്ടൻ വായോ പടച്ചോനെ ആള് മിസ്സിങ്. വന്നേ ഏട്ടൻ ആകെ പണി കേട്ടോ. ആള് മിസ്സിങ്. വാ പോയി എവിടെയും വരി. ഒരാൾ ഇവിടെ വന്നിട്ട് ഹെൽപ്പ് ചോദിച്ചിരുന്നു. ഒരു കോൾ ചെയ്തീനു. വാപ്പ ഏട്ടനിലുണ്ടെന്നാ പറഞ്ഞു. അതല്ല വാപ്പ മിസ്സിങ് ആയി. നേരത്തെ ഇവിടുന്ന് കോൾ ചെയ്ത ടെന്റിന്റെ ഒന്നുകൂടി നോക്കി നോക്കാം. ഓക്കെ. ഉപ്പ എവിടെ പഠിച്ചോനെ? എടാ വണ്ടി ഇത്ര നിർത്തിയോണ്ട് ഫൈൻ അടിക്കോ? ഉപ്പാനെ കാണില്ലല്ലോ. വ്ളോഗാകെ ട്രാജഡി ആയല്ലോ. കുറച്ചുകൂടി ഞങ്ങളൊന്ന് തപ്പി നോക്കട്ടെ. എന്താ വെച്ചാൽ ആദ്യം ടിക്കറ്റ് നോക്കട്ടെ. കൊച്ചാണോ കോഴിക്കോടാണോ? അതിൻ്റെ ശേഷം വീണ്ടും വ്ളോഗ് ആരംഭിക്കുന്നതാണ്. അവസാനം ആളെ കിട്ടിയിട്ട് ഏതോ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു പില്ലർ A4 അപ്പോൾ പോയേക്കാം. പില്ലർ A8 ഞാൻ മുത്തേ A4 A8 ബാബ നാലും എന്തിനാണോ A4 ചേട്ടൻ എന്ന് പറഞ്ഞേ? അവിടെയാണ് A7 രാവിലെ മുത്തേ ഹായ്. കാണിച്ചെടുത്തേ. ബേടാസുമാ ഇത് കാമൂജിത് ബേടാസുമാ ലിയോദാസുതാ. ബാബാ മുത്തേ വരി. എവിടെയായിരുന്നു മുത്തേ? ഇറങ്ങി. ഉപ്പ മുത്തേ ഇറങ്ങി ഇങ്ങനാണിക്ക് പാപ്പാനാണിക്ക്. ഒരു നൂറ്റാണ്ടിന് ശേഷം പുലി വരീണ് നേരം ഈ വരി അറിയില്ല പഠിച്ചോനെ. മുത്തേ കമോൺ. സലാമലൈക്കും മുത്തേ. എവിടെയാണ്? ഉഷാറല്ലേ? പുളി എങ്ങണ്ട്? വെൽക്കം ബാക്ക് ടു നാട്. സർപ്രൈസ് ഉണ്ട്. വെൽക്കം ബാബാ.
ഒരു 1.5 വർഷത്തിന് ശേഷം വന്നിട്ട് നമ്മൾ പുതിയ വ്ളോഗൊക്കെ തുടങ്ങി. പ്രേക്ഷകരോടൊരു ഹായ്. വരി കമോൺ. നമ്മളെ വണ്ടി അവിടെ അല്ല ബാബേട്ടൻ നിന്റെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എങ്ങനെ പിന്നെ അവിടെ എത്തി? അത് ശരി. വിളിക്കാൻ വേണ്ടി കണ്ടു പോയതാ. വണ്ടി അവിടെ വിട്ടോണ്ട്. ചൂടാ എങ്ങണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങണ്ടായിരുന്നു? ഉഷാറല്ലേ? മുത്തേ വരണ്ടേ, നാട്ടിലൊക്കെ വരണ്ടേ? എപ്പോഴും അവിടെ ഒന്നും ശരിയാവോ? ഇത് ഹാഫിൽ നാട്ടിൽ അറിയില്ലേ? ഇത് ജുനൈദ്. ഉഷാർ. നേരെ ചെയ്യുന്ന വെച്ചാലേ അവിടെ വണ്ടി നമ്മൾ കറക്റ്റ് 2 മണിക്കൂർ തികച്ച് വന്നതാ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും കുറേ റോഡ് ബ്ലോക്ക് കിട്ടി. അതാ പെട്ടത്. ചേച്ചിയോട് കിട്ടിയോ പറയല്ലേ? ചേച്ചി ആളെ കിട്ടിട്ടോ. ചേച്ചിനോടൊക്കെ അന്വേഷിച്ച് ഒരു ഫോട്ടോ കാണിച്ച് ഇതാണ് വണ്ടി ഫോട്ടോ കാണിച്ച് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എടാ അത് ഇത് പറഞ്ഞേ. ഇവിടെ ആർക്കും കിട്ടിയില്ലല്ലോ എത്ര സൂപ്പർ സീക്കറിന്. വിളിച്ചില്ലേ? വെയ്യാണ്ടായിക്കണല്ലോ. മിജുബായ് ഒന്നും അറിഞ്ഞിട്ടന്നില്ല. പൊള്ളിക്കുന്ന്. യെസ് കറക്റ്റാ. താത്തിക്കോ അതാവൂല. പൊളി. ഇത് സൈഡിൽ പോല. അപ്പൊ ഗൈസ് ഇനി ബാക്കി വീട്ടിലെത്തിയിട്ടാണ്. അതിനോട് എത്തിയിട്ടാ വീടെത്താനായി. ബാബാ വീടെത്താനായി. 1.5 വർഷത്തിന് ശേഷം വീട്ടിലേക്ക്. ബോഗൻവില്ല. ഓ അതിപ്പുറത്താട്ടോ. ഗേറ്റ് തുറന്നുണ്ട്. കേറ്റിട്ടോ. മൈ ഗാഡ്. ആരെങ്കിലും വരുമോ? ഇവിടെ നിർത്തിക്കോ. ബാബ ഇറങ്ങിക്കോ. അല്ലേ വേണ്ട ബാബ ഇറങ്ങണ്ട. വേണ്ട. എന്നിട്ട് റിച്ച് വന്നിട്ട് ഈ ഡോർ തുറന്നോട്ടെ. ബാബ ഇരിക്കുന്നോ? റിച്ച് വന്നിട്ട് ആ ഡോർ തുറക്കട്ടെ. അങ്ങനെ ക്യാമറ ഓടിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിക്കുന്നു. അല്ല ക്യാമറ ഓൺ ആക്കി എന്നാലും കാണും. റിയാക്ഷൻ കറക്റ്റ് കിട്ടണം കേട്ടോ. കാണിച്ചേരാ ഗൈസ്. ഹലോ അസ്സലാമു അലൈക്കും. റിച്ചോടെ റിച്ചോ എണീക്ക്. കണ്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. പോയോ ആള് വന്നില്ലേ? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഗസ് ചെയ്യാതെ. അതെയോ? പെരുന്നാൾ ഗിഫ്റ്റ്. നമ്മുടെ വക ഒരു പെരുന്നാൾ ഗിഫ്റ്റ്. വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. വണ്ടിയൊന്നുമല്ല, വണ്ടിയുടെ ബാക്കിൽ. ഇവിടെ വെച്ചുള്ളു ഗിഫ്റ്റ്. വെൽക്കം ബാക്ക്. സർപ്രൈസ് പെരുന്നാൾ ഗിഫ്റ്റ്. എങ്ങണ്ട് ഗിഫ്റ്റ്? എങ്ങണ്ട്? ഞാൻ മിന്നാന്നോടി ബാബ കുളിച്ചിട്ട് വരുന്നില്ല ചോദിച്ചിട്ട്. ഈ ഒരാളും കൂടി ഉണ്ട്. ഒന്നുകൂടി ഇരിക്കോ. മിജു വരാണ്ട്. മിജുവിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കല്ലേ?
അതല്ലേ വായ വായ. കപ്പിൾസ് ഹബീബി. വായ വായ. മിജുവിനോട് എടുക്കാം. ആ നോക്കട്ടെ. മിജു ബായ് ഗുഡ് മോർണിംഗ്. പുതപ്പിൻ്റെ ഉള്ളിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പുതപ്പടക്ക് ഞാൻ പറയുമ്പോൾ തുറക്കാട്ടോ. ആ ഗിഫ്റ്റ് കൊടുന്നേ. ആ കാർട്ടൂൺ കൊണ്ടാ പെരുന്നാൾ ഗിഫ്റ്റ്. എന്താണ് മിജു എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ടോ? ഗിഫ്റ്റ് തുറക്ക. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ടോ? എന്താ? ഇവനുണ്ട് ഒരു ഗെയിമിംഗ് പീസ് ഉണ്ട്. നിക്കണ്ടേ. ഓക്കെ എങ്ങനെയുണ്ട് പെരുന്നാൾ ഗിഫ്റ്റ്? റിയലാണോന്നൊക്കെ. യെസ്, ദുബായിൽ ലാൻഡ് ചെയ്തു ടുഡേ. സെറ്റല്ലേ? വെള്ളിയാഴ്ചയാണ്. വേഗം നീച്ചോളെ. കൈ വായോ. അപ്പോ ബിജു പിച്ചട്ടെ. എന്തേലും പറയാണ്ടോ? Thank you guys for supporting me. എന്ത് പറഞ്ഞാലും താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ. വായോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് വന്ന ജുനൈദ് ആൻഡ് ഹാഫിൽ, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറയും. ബൈ. ഇറക്കി മോനെ. സീൻ ഹബീബിയ. പെട്ടി പിടിക്കാനുള്ള ആവതില്ല മിജോ. യെസ്, അത് പോകാൻ പറഞ്ഞല്ലേ. അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചിലപ്പോ അല്ലേ ചിലപ്പോ പെട്ടി വിളിക്കുന്ന ഒരു വ്ളോഗ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഗൈസ് താങ്ക് യു.